ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചന പഠനത്തിനായി ധ്യാനത്തിനായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 11 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുന്നതിന് സമയമെടുക്കാം. 12-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ നാം ഇന്നലെ വായിച്ചപ്പോൾ നാം ഇപ്രകാരം ചിന്തിക്കുകയുണ്ടായി: ഈ പരിജ്ഞാനം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. അപ്പോൾ പൗലോസ് അപ്പസ്തോലനിൽ ഭരമേൽപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ ഏറ്റെടുത്തതല്ല, മറിച്ച് പൗലോസ് അപ്പസ്തോലന്റെ മേൽ ഒരു ഉത്തരവാദിത്വമായി ദൈവം ഏൽപ്പിച്ചു കൊടുത്തതാണ്. അത് തന്നെയാണ് നമുക്ക് ഈ 12-ാമത്തെ വാക്യത്തിലും കാണുവാനായിട്ട് കഴിയുന്നത്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അപ്പോൾ കർത്താവ് ശുശ്രൂഷയ്ക്ക് ആക്കുന്നത് കർത്താവാണ്. അതിനുള്ളതായ യോഗ്യത എന്ന് പറയുന്നത് വിശ്വസ്തൻ എന്ന് എണ്ണപ്പെടുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്തൻ എന്ന് എണ്ണപ്പെടുന്നതിന്റെ ഫലമായിട്ട് ദൈവമാണ് ശുശ്രൂഷയ്ക്ക് ഓരോരുത്തരെയും നിയമിച്ചാക്കുന്നത് എന്ന് മാത്രമല്ല, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള ശക്തിയും ദൈവം തന്നെയാണ് കൊടുക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ചില ശുശ്രൂഷകളൊക്കെ അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് നാം മുൻകൈ എടുത്ത് നമ്മുടെ താല്പര്യത്തിൽ അങ്ങനെ ഒരു കാര്യത്തിന് തുനിഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി അതിന് നമുക്ക് ലഭ്യവുമായിരിക്കുകയില്ല. കാരണം ദൈവം നമ്മെ അത് ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ, ദൈവം നമ്മെ വിശ്വസ്തൻ എന്ന് എണ്ണി ആ ശുശ്രൂഷയ്ക്ക് നമ്മെ ഏൽപ്പിക്കുന്നതിലൂടെയാണ് ദൈവികമായിട്ടുള്ള ശക്തി നമുക്ക് നമ്മുടെ ശുശ്രൂഷയ്ക്ക് ലഭ്യമാകുന്നത്. ഇത് ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ആത്മീക ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ ധരിക്കുന്നത് അത് സഭയിലെ പാസ്റ്റർമാർക്കോ അല്ലെങ്കിൽ മൂപ്പന്മാർക്കോ ബാധകമായ കാര്യം എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ആത്മീയ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൽ ഭാഗവാക്കാണ് എന്ന് നമുക്കറിയാമല്ലോ. എല്ലാവർക്കും ദൈവം അവരവർക്ക് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൃപാവരങ്ങളെ കൊടുത്തിട്ടുണ്ട്. ആ കൃപാവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള കൃപാവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ദൈവസഭയെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയെല്ലാം ആത്മീക ശുശ്രൂഷ തന്നെയാണ്. ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ, പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടം പോലെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രാപ്തി പോലെ, താലന്തുകളെ കുറിച്ച് പറയുമ്പോൾ അവരവരുടെ പ്രാപ്തി പോലെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടപ്രകാരം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ദൈവം വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൃപാവരങ്ങൾ ലഭിക്കാത്തതായിട്ടുള്ള ഒരു വിശ്വാസിയും ഇല്ല. ഒരാൾക്ക് എനിക്കൊരു കൃപാവരവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തി ദൈവിക പരിപാടിയിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ദൈവം തന്റെ ഒരു മകനായിട്ടോ മകളായിട്ടോ സ്വീകരിച്ച് ദൈവസഭയുടെ അംഗമായി തീർത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ദൈവം അവർക്ക് തന്റെ ആത്മാവിനാൽ ഒരു കൃപാവരവും ഒന്നോ അതിലധികമോ കൃപാവരവും ആ കൃപാവരം ഉപയോഗിക്കുവാനായിട്ടുള്ള ശക്തിയും ദൈവം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ എൻ്റെ ശക്തിയിൽ അല്ലെങ്കിൽ എൻ്റെ അധ്വാനത്തിൽ, ഞാൻ ന്യായപ്രമാണത്തിലൊക്കെ നല്ല അറിവുള്ള ആളാണ്, ഒരു പരീശനാണ്, പ്രമാണിയാണ്, ഞാൻ ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പഠിച്ച ആളാണ്, അതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യാൻ യോഗ്യനായതുകൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ് എന്നല്ല പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. എനിക്ക് ശക്തി നൽകി, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ദൈവം എന്നെ ശുശ്രൂഷയ്ക്കാക്കി, കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്കാക്കി, എനിക്ക് ശക്തിയും നൽകി. പ്രിയമുള്ളവരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ദൈവം നമ്മെ വിശ്വസ്തരായിട്ട് എണ്ണുന്നതിനാൽ മാത്രമേ നമുക്ക്
ദൈവത്തിൽ നിന്നുള്ള ഒരു നിയോഗം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മാനുഷികമായിട്ടുള്ള നിയോഗങ്ങളോ നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങളോ ഒന്നുമല്ല ആത്മീയ ശുശ്രൂഷകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിക്കുവാനായിട്ടുള്ള അനുവാദമുണ്ട്. എന്നാൽ ആ ശ്രേഷ്ഠവരങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കണമെങ്കിൽ ഒന്നാമത് നാം യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരാളായിരിക്കണം. രണ്ടാമത് അത്തരമൊരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ അത് ഏൽപ്പിക്കാൻ മാത്രം നാം വിശ്വസ്തനാണ് എന്ന് ദൈവത്തിന് മനസ്സിലാകുകയും കർത്താവിന് മനസ്സിലാകുകയും വേണം. നമുക്കറിയാമല്ലോ, സഭയിൽ മൂപ്പന്മാരെ ആക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയ ശിഷ്യനെ അരുത് എന്നും അതുമാത്രവുമല്ല അവർക്ക് പ്രത്യേകമായിട്ടുള്ള യോഗ്യതകളൊക്കെ കർത്താവ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ മനുഷ്യരുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല ദൈവം ശുശ്രൂഷകളെ കൊടുക്കുന്നത്. മനുഷ്യരെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശുശ്രൂഷയ്ക്കാക്കിയാൽ അതിന് വേണ്ടുന്നതായിട്ടുള്ള ശക്തിയും ദൈവം തന്നെ നൽകും. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ദൈവം കൃപാവരങ്ങളായിട്ട് നൽകിയിരിക്കുന്ന ശുശ്രൂഷകളൊക്കെയും നമ്മുടെ വിശ്വസ്തതയ്ക്ക് ആനുപാതികമായിട്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. അത് വ്യാപാരം ചെയ്യുവാനായിട്ടുള്ള, ഉപയോഗിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന് വേണ്ടുന്നതായിട്ടുള്ള ശക്തിയും ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് നാം അത്തരം കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. 13ാമത്തെ വാക്യത്തിൽ, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ പഴയ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം അവിടെ മുമ്പേ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. തുടർന്നുള്ള വാക്യങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന്, ശരിയായി വ്യാഖ്യാനിക്കുന്നതിന് മുമ്പേ എന്നുള്ള പദം അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പേ ഞാൻ, അതായത് ഇപ്പോൾ അല്ല എന്നുള്ളതാണ്. മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു. ദൂഷകൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തോട് മറുതിരിച്ച് ദൈവത്തിനെതിരെ ദൈവദൂഷണം എന്നുള്ള നിലയിലാണ് ആ വാക്ക് അതിന്റെ മൂലഭാഷയിലുള്ളത്. ഉപദ്രവി എന്ന് പറയുമ്പോൾ അത് മനുഷ്യരോട്, ദൈവസഭയെ സംബന്ധിച്ചാണ്. അപ്പോൾ ദൈവത്തോടും നേരെയും ദൈവമക്കളോടുള്ള ഉപദ്രവവും, പിന്നെ നിഷ്ഠൂരനുമായിരുന്നു. തന്നിൽ തന്നെ ഉള്ള സ്വഭാവ പ്രശ്നമാണ് അവിടെ പറയുന്നത്. താൻ നിഷ്ഠൂരനായിരുന്നു. അതുകൊണ്ട് ദൈവത്തിനെതിരെയും അതുപോലെ മനുഷ്യർക്കെതിരെയും താൻ ദൂഷകനും ഉപദ്രവിയുമായിട്ട് ജീവിച്ചിരുന്നു. അത് മുമ്പേ തന്റെ മനസാന്തരത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അതും വളരെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് താൻ തന്നെ അവകാശപ്പെടുന്നതായിട്ടൊരു കാര്യം, മറ്റ് ഏതൊരു പരീശന്മാരെ പോലെയും അല്ല. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും എടുത്ത് നോക്കിയാൽ അവരിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തനായിട്ടുള്ള ആളായിരുന്നു പൗലോസ് അപ്പോസ്തലൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൊതുവിൽ പരീശന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചും കർത്താവ് വളരെ മോശമായിട്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 23ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാമല്ലോ. അവരെ കുറിച്ച് വളരെ നിന്ദ്യമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അതിന് ഒരു ഒഴിവുകഴിവാണ്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഒരിക്കലും കർത്താവ് അങ്ങനെ പറയുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം താൻ ജീവിച്ചത് ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ളതായുള്ള തന്റെ പഠനങ്ങളും തന്റെ ജീവിതവും ഒക്കെ അതിനോട് നീതി പുലർത്തുന്ന വിധത്തിലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തന്നെയും പറയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള ഒരു മത്സരമാണ് ഈ അപ്പസ്തോലന്മാരും ആദിമസഭയും അല്ലെങ്കിൽ ക്രിസ്തുവും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണയിൽ നിന്നാണ് ഈ ക്രിസ്തു മാർഗത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പൗലോസ് അപ്പസ്തോലൻ തുനിഞ്ഞിറങ്ങിയത്. അതിനെക്കുറിച്ചാണ് താൻ പറയുന്നത്. ഞാൻ അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമുക്കറിയാം, ധാരാളം ആളുകൾ ആ കാലഘട്ടത്തിൽ ക്രിസ്തീയ മാർഗത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ആളുകളെ കൊല്ലുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത് നടന്നിരുന്നു. എന്നാൽ അന്ന് പരീശന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലനെ കൂടാതെ ധാരാളം
പ്രമാണിമാർ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് പൗലോസ് അപ്പോസ്തലന് മാത്രമാണ്. അതിനൊരു കാരണമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്തെങ്കിലും ഒരു സ്വാർത്ഥമായിട്ടുള്ള താല്പര്യത്തോടു കൂടിയോ അറിഞ്ഞ സത്യത്തോട് നീതി പുലർത്താതെയോ ഉള്ള ഒരു ജീവിതമായിരുന്നില്ല പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചത്. തനിക്ക് സത്യം വെളിപ്പെട്ടിരുന്നില്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനെ വ്യത്യസ്തനായി ദൈവം കണ്ടു. അതുകൊണ്ടായിരിക്കണം, അത് എൻ്റെ ഒരു ഊഹമാണ്, അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പൊതുവിൽ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ളൊരു ന്യായമുണ്ട്. ദൈവം വ്യക്തിപരമായിട്ട് ഇടപെടുന്ന ആളുകളുടെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴും നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ന്യായമുണ്ട്. ഉദാഹരണത്തിന് കൊർന്നേലിയോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നീതിമാനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ഭക്തനായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ലുദിയായെ കുറിച്ച് നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, ഭക്തയായിട്ടുള്ള ഒരു സ്ത്രീ എന്നാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വളരെ അത്ഭുതകരമായി ഇടപെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലും ദൈവം ഒരു പ്രത്യേക ഇടപെടൽ നടത്തിയെങ്കിൽ പൗലോസ് അപ്പോസ്തലനിൽ എന്തോ ഒരു ദൈവഭയവും ശരിയായിട്ടുള്ളൊരു ദൈവഭയവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കാം. എന്നാൽ അതിനെ വളരെ ആധികാരികമായി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. നേരത്തെ നാം ഇതിനു മുമ്പുള്ള വാക്യത്തിൽ 12ാമത്തെ വാക്യത്തിൽ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. പൗലോസ് അപ്പോസ്തലനും അതിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ഞങ്ങളിൽ നിന്ന് തന്നെ വരുമ്പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തന്റെയും തന്റെ കൂട്ടാളികളുടെയും പ്രാപ്തി, ഞങ്ങൾക്ക് സ്വയമായിട്ട് ഒന്നും സങ്കല്പിക്കാൻ പോലും പ്രാപ്തരല്ല ഞങ്ങൾ. അപ്പൊ പിന്നെ ചെയ്യുന്നതിന്റെ കാര്യം പറയാനായിട്ട് കഴിയുമോ? ഇല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. അതുപോലെ തന്നെ അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അപ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കണ്ടതുപോലെ 12ാമത്തെ വാക്യത്തിൽ കണ്ടതുപോലെ, പുതുനിയമത്തിന്റെ ശുശ്രൂഷകർ ആകുക എന്ന് പറയുന്നത് അത് സ്വന്തം ശക്തിയിൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല, നേടിയെടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഏതെങ്കിലും സെമിനാരികളിലോ ബൈബിൾ കോളേജുകളിലോ ഏതെങ്കിലും പണ്ഡിതന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നതിലോ അതിലൂടെയോ ലഭിക്കുന്നതായിട്ടുള്ളൊരു കാര്യമല്ല. മറിച്ച് അത് ദൈവം പ്രത്യേകമായി യോഗ്യരായി വിശ്വസ്തരായി കാണുന്നവർക്ക് പ്രത്യേകമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതായ, പ്രാപ്തി കൊടുക്കുന്നതായിട്ടുള്ള കാര്യമാണ് എന്ന് അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കണം. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് കരുണ ലഭിച്ചത് അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് എന്ന് നാം 13ാമത്തെ വാക്യത്തിൽ കണ്ടു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവിശ്വാസത്തിൽ ചെയ്തതായിട്ടുള്ള, അറിയായ്മയിൽ ചെയ്തതായിട്ടുള്ള കാര്യമായതുകൊണ്ട് കരുണ ലഭിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. കൃപ ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. കൃപ തരണം, കൃപ തരണം, കൃപ തരണം എന്നൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ, പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ കൃപ അങ്ങനെ ചോദിച്ചാൽ തരാം എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യമല്ല. ഇവിടെ കൃപ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. അപ്പോൾ കൃപ നമുക്ക് അനുഭവിക്കുവാനും നമുക്ക് ലഭിക്കുവാനുമായിട്ടുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസവും സ്നേഹവുമാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ അത് ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നു, മനുഷ്യനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ കള്ളനാകുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസവും സ്നേഹവും തമ്മിൽ വേർപിരിക്കാൻ കഴിയുകയില്ല. അത് ഏതെങ്കിലും ഉണ്ട് എങ്കിൽ അതിന്റെ ഭാഗമായി മറ്റതും ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായി പല ലേഖനങ്ങളിൽ നിന്നുള്ള പല വാക്യങ്ങൾ എടുത്ത് നാം ഇതിനു മുമ്പ് പഠിച്ചതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനായിട്ട് ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വിശ്വാസവും സ്നേഹവും അത് നമ്മിൽ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമുക്ക് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള കാര്യമാണ് ദൈവിക കൃപ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃപ ലഭിക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, അതിനായിട്ടുള്ള പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ, കേവലം പ്രാർത്ഥനയിലൂടെ നമുക്കത് ലഭിക്കുകയില്ല. മറിച്ച് നമ്മളുടെ ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയമായിട്ട് മാറും. അതുപോലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹം മനുഷ്യരോടുള്ള സ്നേഹമായിട്ട് മാറും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ
നമുക്ക് ദൈവികമായ കൃപകൾ ധാരാളം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ, അടുത്ത വാക്യം 15-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പോൾ ക്രിസ്തുയേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ അത് പാപികളെ രക്ഷിക്കാനായിട്ടാണ്. നമുക്ക് ക്രിസ്തുയേശുവിനെ ആളുകൾക്ക് എന്തുകൊണ്ട് വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അനേകരും പറയുന്നത് അവരുടെ ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ക്രിസ്തുയേശുവിനെ ആളുകൾ അന്വേഷിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു പരിപാടി ലോകത്തിൽ ചെയ്യുവാനായിട്ടല്ല കർത്താവ് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണ് കർത്താവ് വന്നതെന്ന് പറഞ്ഞാൽ പാപികളെ രക്ഷിക്കുവാനായിട്ടാണ്. നമുക്കറിയാം, മറ്റ് എല്ലാ ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പഴയ നിയമ പുസ്തകങ്ങളിലൂടെ വായിക്കുമ്പോഴും നമുക്ക് മനുഷ്യന് ദൈവം കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പാപികളെ രക്ഷിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള ആ ഏകയാഗം, പാപത്തെ എന്നേക്കുമായി പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരേ ഒരു യാഗം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നുകൊണ്ട് ജീവിച്ച് ദൈവമുമ്പാകെ നമുക്ക് വേണ്ടി ഏറ്റെടുത്തതായിട്ടുള്ള ആ ക്രൂശീകരണം മാത്രമാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇവിടെ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറയുമ്പോൾ മറ്റ് പല കാര്യങ്ങൾക്ക് കൂടെ ഇതും കൂടെ എന്നുള്ള നിലയിലല്ല, ഇത് മാത്രമാണ് കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യമായിരുന്നത് എന്നാണ് ഈ പദപ്രയോഗത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, ആരെങ്കിലും നമ്മുടെ അടുക്കിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ആ വരുന്നതിന് പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ടല്ല കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന പല ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ടല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ഏക ലക്ഷ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അത് സംശയിക്കുവാൻ ആവശ്യമില്ല. എല്ലാവരും അത് അംഗീകരിക്കുവാൻ യോഗ്യമായിട്ടുള്ള ഒരു വചനമാണ്. അതുകൊണ്ട് കർത്താവ് എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ലോകത്തിൽ വന്നു. എന്നിട്ട് പറയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഈ ഒരു വേദഭാഗം വളരെയേറെ തെറ്റായി പലരും പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ഈ ലേഖനം എഴുതുന്ന അവസ്ഥയെക്കുറിച്ചാണ് അത് പറയുന്നത് എന്ന് പലരും പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്ന സമയത്തുള്ളതിന്റെ അവസ്ഥയെക്കുറിച്ചല്ല അത് പറയുന്നത്. എന്നാൽ തൻ്റെ ഒരു സൗമ്യതയെ കാണിക്കുന്നതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ താൻ വളരെ സൗമ്യനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഓരോ കാലഘട്ടം പിന്നിട്ടപ്പോഴും തൻ്റെ സൗമ്യതയിൽ താൻ വർദ്ധിച്ചു വന്നു. താൻ ഒന്നുമല്ലാതായി തീർന്നു. അതിൻ്റെ തെളിവാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന് ഇതിനെ വ്യാഖ്യാനിക്കുന്നവരായിട്ടുള്ള ആളുകളുണ്ട്. അതിനവര് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ശ്രേഷ്ഠമേറിയ അപ്പസ്തോലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പൗലോസ് തന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അപ്പസ്തോലനില് തനിക്ക് തന്നെ ഒരു വലിയ ഭാവം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ, ഓരോ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനെന്നും ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്നും ഒക്കെ, പിന്നെ അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനെന്നും ഒക്കെ താൻ പിന്നീട് പറഞ്ഞു എന്നുള്ളതാണ് അതിന് വ്യാഖ്യാനമായിട്ട് പറയുന്നത്. എന്നാൽ ആ ഒരു വ്യാഖ്യാനം ശരിയല്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് പാടില്ല. കാരണം അത് ഒരു വലിയ അഹങ്കാരത്തിന്റെ വാക്കുകളായിട്ട് അത് മാറിപ്പോകും. ഏറ്റവും വലിയ അഹങ്കാരിയായിട്ട് പൗലോസ് അപ്പോസ്തലൻ തീർന്നു തന്നെ മരണത്തോടനുബന്ധിച്ച് എന്ന് പറയേണ്ടതായിട്ട് വരും. അത് മാത്രവുമല്ല, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ എന്ന്
പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോഴും കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും ഒക്കെ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് കേട്ടത്, ഞങ്ങളിൽ കണ്ടത്, ഞങ്ങളോട് പഠിച്ചതൊക്കെ അനുസരിപ്പിനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അഹങ്കാരത്തിന്റെ ഭാഷയായിട്ട് പോകുമല്ലോ. അതുമല്ല എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, കൊരിന്ത്യർക്ക് തന്നെ ലേഖനം എഴുതുമ്പോൾ എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. പൗലോസ് അപ്പോസ്തലന് തന്റെ ഏതെങ്കിലും ഒരു പാപത്തെക്കുറിച്ച് ബോധമില്ല എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ നമ്മുടെ തെറ്റിനെ കുറിച്ച് ബോധമുള്ള ആളുകളാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്റെ ഒരു തെറ്റിനെ കുറിച്ചും എനിക്ക് ബോധമില്ല. അതായത് താൻ മനഃപൂർവ്വമായി അങ്ങനെ പാപം ചെയ്യുകയോ പാപത്തിൽ ജീവിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള ഒരാളല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. എന്ന് വെച്ച് നീതിമാൻ എന്ന് വരുന്നില്ല, വിധിക്കുന്നത് ദൈവമാകുന്നു. നമുക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവത്തിന്റെ നിലവാരം വെച്ച്, ദൈവത്തിന്റെ സ്കെയില് വെച്ച് അളക്കുമ്പോൾ നമ്മുടെ സ്കെയിലും ദൈവത്തിന്റെ സ്കെയിലും ഒക്കെ ആയിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവത്തിന് തന്റെ സ്കെയില് വെച്ച് അളക്കുമ്പോൾ നമ്മുടെ അളവൊന്നും അവിടെ ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്കൊരു പാപത്തെക്കുറിച്ചും ബോധമില്ല, പക്ഷേ ഞാൻ നീതിമാൻ എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ദൈവമാണ് അത് വിധിക്കുന്നത്, ദൈവത്തിന് അത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ആ പാപികൾ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലന്റെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചല്ല, താൻ ആയിരുന്ന പഴയകാല അവസ്ഥയെ ഒരു വർത്തമാനകാല ഭാഷയിൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പിലുള്ള വാക്യം, നാം നേരത്തെ കണ്ടതായിട്ടുള്ള വാക്യവും, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും അതുപോലെ തന്നെ നിഷ്ഠൂരനുമായിരുന്നു എന്ന് നമ്മൾ വായിച്ചുവല്ലോ. അത് മുമ്പേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോൾ തന്റെ ഭവ്യതയുടെ, സൗമ്യതയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഈ വാക്യത്തെ എടുക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ വളരെ സൗമ്യനായിട്ടുള്ള മനുഷ്യനായിരുന്നു. അനുകരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള, വിശ്വാസികൾക്ക് അനുകരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള മാതൃകയുള്ള ജീവിതമുള്ള ആളായിരുന്നു. കർത്താവിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടു. ഇതിനെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യുവാനായിട്ട് കഴിയുന്നതല്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. എന്നാൽ അതിനെ, ഈ ഒരു വാക്യത്തെ ഉപയോഗിച്ച് നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 16-ാമത്തെ വാക്യത്തിൽ, എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. അപ്പോൾ ഇവിടെ ആ പാപികൾ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള അടുത്ത വാക്യം വളരെ പ്രസക്തമായിട്ടുള്ള വാക്യമാണ്. എന്നിട്ടും എന്ന് പറയുമ്പോൾ എന്നിട്ട് എന്നല്ല, ഇപ്പോൾ എന്നല്ല, എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞു പോയൊരു കാര്യമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തെ, തനിക്ക് കരുണ ലഭിച്ചത് ഒന്നാമനായി, പാപികളിൽ ഒന്നാമനായ എനിക്ക് കരുണ ലഭിച്ചു. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ പോകുന്ന ആളുകൾക്ക് അവർ എത്ര ദുഷ്ടന്മാരാണെങ്കിലും, അവര് എത്ര ഉപദ്രവിയാണെങ്കിലും, എത്ര ദൂഷകന്മാരാണെങ്കിലും, എത്ര നിഷ്ഠൂരന്മാരാണെങ്കിലും ദൈവം അവരോട് ദീർഘക്ഷമ കാണിക്കും എന്ന് പാപികളിൽ ഒന്നാമനായ എനിക്ക് കരുണ കാണിച്ചുകൊണ്ട് ദൈവം തെളിയിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇത്രയേറെ കർത്താവിനെതിരെയും കർത്താവിനെതിരെ ദൂഷണവും ദൈവമക്കളോട് ഉപദ്രവവും വ്യക്തിപരമായി നിഷ്ഠൂരനുമായിരുന്ന എന്നോട് ദൈവം കരുണ കാണിച്ചപ്പോൾ എന്നേക്കാൾ വലിയ ഒരു പാപിയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രയേറെ ദൈവസഭയെ മുടിച്ചവനാണ്. അപ്പോൾ കരുണ ലഭിക്കാൻ അർഹതയില്ലാത്തതായിട്ടുള്ള ആരുമില്ല. ആ പാപികളിൽ ഒന്നാമനായ എന്നോട് കരുണ ലഭിച്ചു. അതുകൊണ്ട് സകലർക്കും, വിശ്വസിക്കാനുള്ള സകലർക്കും ദൃഷ്ടാന്തമാണ്. എനിക്ക് കരുണ ലഭിച്ചെങ്കിൽ കരുണ ലഭിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരാളും, മാനസാന്തരപ്പെടുന്ന ഏതൊരു വ്യക്തി, അവൻ എത്ര പാപിയാണെങ്കിലും, എന്നേക്കാൾ പാപി ഒരാൾ ഉണ്ടായിരുന്നില്ല. എന്നോട് കരുണ കാണിച്ചെങ്കിൽ എല്ലാവർക്കും കരുണ ലഭിക്കും. ഇതാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. നാം ഒരുപക്ഷെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, ഇപ്പൊ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് താൻ സൗമ്യതയുള്ള ആളായിരുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം ശരിയാണ്. പക്ഷേ അത് ശരിയായാൽ മാത്രം പോരാ, അത് സ്ഥാപിക്കുവാനായിട്ട് നാം എടുക്കുന്ന വചനവും അതുപോലെ തന്നെ കറക്റ്റായിട്ട് എടുക്കേണ്ടത് ആവശ്യമാണ്.
നമുക്ക് ഏതെങ്കിലുമൊക്കെ വാക്യമെടുത്ത് നമ്മളുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ച് സത്യത്തെ വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ള അതിനുള്ള അനുവാദം നമുക്കില്ല എന്നുള്ളതും നാം ഓർക്കണം. 17-ാമത്തെ വാക്യത്തിൽ ഈ കരുണ ലഭിച്ചതിനെ കുറിച്ച് പൗലോസ് തന്നെ കുറിച്ച് തന്നെ താൻ പാപികളിൽ ഒന്നാമനായിരുന്നു, തനിക്ക് വലിയ കരുണ ലഭിച്ചു, അതുകൊണ്ട് എല്ലാവർക്കും കരുണ ലഭിക്കും, എനിക്ക് കരുണ ലഭിച്ചെങ്കിൽ എല്ലാവർക്കും കരുണ ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്നതായ ആരാധനയുടെ വാക്കുകളാണ് പിന്നെ അടുത്ത 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാവുന്നത്. നിത്യരാജാവായി ദൈവത്തെക്കുറിച്ച് വിശദമായിട്ടല്ല, ഓരോ ചില വാക്കുകളിൽ ദൈവത്തെ താൻ സ്തുതിക്കുകയാണ് അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുകയാണ്. നിത്യരാജാവ്, എറ്റേണൽ കിങ്, രാജാവാണ്. പിന്നെ അക്ഷയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷയമില്ലാത്തവൻ, അദൃശ്യൻ, ആർക്കും കാണാൻ കഴിയാത്തവൻ, ഏകദൈവത്തിന് എന്ന് മലയാളത്തിൽ നാം വായിക്കുമ്പോൾ അതിന്റെ ഇംഗ്ലീഷിൽ അവിടെ സർവജ്ഞാനിയായ ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒൺലി വൈസ് ഗോഡ്, സർവജ്ഞാനിയായ, അല്ലെ ജ്ഞാനിയായ ഏകദൈവം എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എന്നേക്കും മഹത്വവും ബഹുമാനവും മഹത്വവും ആമേൻ. അപ്പോൾ ദൈവം നമ്മളോട് കാണിക്കുന്നതായിട്ടുള്ള കരുണയും ദയയും ഒക്കെ ഓർക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരേണ്ടതായിട്ടുള്ള ആരാധനയാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ പൗലോസ് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മിലും അത് അങ്ങനെ ഒരു ആരാധന ഉയർന്നു വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ നാം നമ്മളുടെ രക്ഷയുടെ വിലയെ, അതിന്റെ മൂല്യത്തെ നാം മനസ്സിലാക്കുന്നവരാണ് എങ്കിൽ ദൈവം നമ്മെ രക്ഷിച്ചു തോർക്കുമ്പോൾ നമുക്ക് ഇതേ വാക്കുകൾ പറയാതിരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. നന്ദിയുടെ വാക്കുകൾ, ആരാധനയുടെ വാക്കുകൾ പറയുവാനായിട്ട് കഴിയാതിരിക്കില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അത് തനിയെ ഉയർന്നു വരും. നമുക്കറിയാമല്ലോ, എത്രയോ കോടാനുകോടി ആളുകളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. നാം അങ്ങനെ വലിയ ഭക്തന്മാരായിട്ട് ജീവിച്ച ആളുകളൊന്നുമല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ, പാപത്തിന്റെ ബന്ധനത്തിൽ കിടന്നതായിട്ടുള്ള ആളുകളാണ്. നമുക്കൊരു പ്രമാണിത്വവും പറയുവാനായിട്ടുമില്ല. നമുക്ക് അങ്ങനെ ദൈവത്തെ നമ്മുടെ ജ്ഞാനത്തിൽ, ഇന്നലെ നമ്മൾ കേട്ടല്ലോ, ദൈവം ആരെയാണ് രക്ഷിക്കുന്നത്? ഭോഷന്മാരെ, ഒന്നുമല്ലാത്തവരെ, കുലഹീനന്മാരെ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെയായിരുന്നു നമ്മളുടെയൊക്കെ യോഗ്യത. എങ്കിലും നമ്മളിൽ ദൈവം കരുണ കാണിച്ചു എന്നത് ഓർക്കുമ്പോൾ നന്ദിയുള്ള വാക്കുകൾ, ആരാധനയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉളവാകേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ദൈവം നമ്മെ രക്ഷിച്ചു, തന്നെ നമ്മെ ദൈവമക്കളാക്കി തീർത്തു എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ അതിനൊക്കെ നാം എന്തോ വലിയ അർഹരായിട്ടുള്ള ആളുകളാണ്, അതിനുള്ള യോഗ്യതകളൊക്കെ എനിക്കുണ്ട്, മറ്റുള്ള ആളുകൾക്കൊന്നും, ലോകത്തിലുള്ള ആളുകൾക്കൊന്നും അതിന് യോഗ്യതയില്ലാത്തവരാണ്. അപ്പോൾ നമ്മളുടെ യോഗ്യത കൊണ്ടും ഒക്കെയാണ് നമ്മെ ദൈവം രക്ഷിച്ചത് എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഉള്ളിൽ നിന്ന് ആരാധന വരികയില്ല. എന്നാൽ എനിക്കൊരു യോഗ്യതയുമില്ല. പൗലോസ് താൻ പറയുന്നത് പോലെ തനിക്ക് പാപികളിൽ ഒന്നാമൻ എന്നുള്ള യോഗ്യതയെ തനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നിലും ഒരു യോഗ്യതയും ഇല്ല എന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവം നമുക്ക് ചെയ്യുന്നതായിട്ടുള്ള നന്മകളെ, ആത്മീയമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനല്ലാതെ മറ്റൊന്നും നമുക്ക് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം നമുക്ക് ഭരമേൽപ്പിക്കുന്നതാണ്, നാം ഏറ്റെടുക്കുന്നതല്ല. എന്നാൽ ഭരമേൽപ്പിക്കുമ്പോൾ നാം അതിന് വിധേയപ്പെടണം എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. അതുപോലെ തന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കുകയും അതിനു വേണ്ടുന്നതായിട്ട് ശക്തി നൽകുകയും ചെയ്യുന്നത് ദൈവമാണ്. അതുപോലെ പൗലോസ് തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ താൻ ഏറ്റവും വലിയ പാപിയായിരുന്നു, തനിക്ക് കൃപ ലഭിച്ചു, അതുകൊണ്ട് ഏത് പാപിക്കും കൃപ ലഭിക്കും, അതിനൊരു കുറവും വരികയില്ല എന്ന് താൻ സ്ഥാപിക്കുന്നു. അത് തന്നെ ഒരു ആരാധനയുടെ മനോഭാവത്തിലേക്ക് എത്തിക്കുന്നു. നമ്മുടെയും ജീവിതം ഈ ഒരു നിലയിലാകട്ടെ. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകൾ, കൃപാവരങ്ങൾ, താലന്തുകൾ എന്ത് എന്നുള്ളത് കണ്ടെത്തി അതിൽ വിശ്വസ്തയോടെ നിലനിൽക്കുകയും അത് ഉപയോഗിച്ച് ദൈവസഭയെ ശുശ്രൂഷിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് വിശ്വസ്തരായി ദൈവത്തിന് നമ്മെ തന്നെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ
പാദപീഠങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.